Hello dear students, welcome to today's class. അപ്പോൾ എക്സാമൊക്കെയാണ്, എല്ലാവർക്കും ഒരുപാട് പഠിക്കാനുണ്ട്, എല്ലാവരും ബിസിയാണ്, എല്ലാവരും തകൃതിയായിട്ട് പഠിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പോർഷൻസ് ഇനിയും തീരാനുണ്ട്. നിങ്ങളുടെ ഫൈനൽ സെം എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്കിനി അധികം ക്ലാസ്സുകൾ കിട്ടാനില്ല. അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ പുഷ് ചെയ്ത് ക്ലാസ്സുകൾ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം എക്സാമിനിടയ്ക്ക് പോലും ഇപ്പോൾ ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. സോ ട്രൈ ടു കോപ്പറേറ്റ് വിത്ത് ദിസ്. നിങ്ങളുടെ എക്സാമൊക്കെ എഴുതിയ ശേഷം നിങ്ങൾ ഫ്രീ ആവുന്ന എപ്പോഴാണോ അപ്പോൾ ഇരുന്ന് വീഡിയോസ് അല്ലേ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എനി ടൈം നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഹൗ ടു ക്രിയേറ്റ് എ പാരാമീറ്റർ ക്വറി, എങ്ങനെയാണ് ഒരു പാരാമീറ്റർ ക്വറി ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഒരു സോർട്ട് ക്വറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുമായിട്ടുള്ള മെയിൻലി 2 കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമതായിട്ട് ഹൗ ടു ക്രിയേറ്റ് ഫോംസ്, ടേബിളുകളിൽ നിന്നും എങ്ങനെയാണ് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഹൗ ടു ക്രിയേറ്റ് റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോമുകളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളും എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ക്രിയേറ്റിംഗ് എ ഡാറ്റ എൻട്രി ഫോം. എ ഫോം ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ എ ടേബിൾ in an easy to understand format. Forms allows you to view, enter, modify or delete data in one record at a time in a table. അപ്പോൾ ഫോമുകൾ എന്നാൽ എന്താണ്? എ ഫോം ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ എ ടേബിൾ ഇൻ ആൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർമാറ്റ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർമാറ്റിലുള്ള, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ എ ടേബിൾ, ഒരു ടേബിളിലെ ഡാറ്റയുടെ റെപ്രസെൻറ്റേഷനെയാണ് ഫോം എന്ന് വിളിക്കുന്നത്. ഫോംസ് അലോ യു ടു വ്യൂ, എൻ്റർ, മോഡിഫൈ ഓർ ഡിലീറ്റ് ഡാറ്റ ഇൻ വൺ റെക്കോർഡ് അറ്റ് എ ടൈം ഇൻ എ ടേബിൾ. ഒരു ടേബിളിലുള്ള ഒരു ഡാറ്റയെ വ്യൂ ചെയ്യുന്നതിനോ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിൽ എൻ്റർ ചെയ്യുന്നതിനോ മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതിനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫോംസ്. ടു ക്രിയേറ്റ് എ ഫോം, ഓപ്പൺ എ ടേബിൾ ഇൻ എ ഡാറ്റാബേസ് ആൻഡ് ഫോളോ ദ സ്റ്റെപ്സ് ഷോൺ ഇൻ ഫിഗർ 5.13. അപ്പോൾ ഒരു ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി കാണിച്ചിരിക്കുന്ന ഫിഗർ 5.13 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ എ ടേബിൾ ഇൻ എ ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസിലുള്ള ടേബിൾ ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മുടെ ഡാറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾ ആദ്യം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ടാബ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ക്രിയേറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പിക്ചറിൽ ക്രിയേറ്റ് ടാബ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഹോമിന് ശേഷമുള്ള ക്രിയേറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ പല ഓപ്ഷൻസ് ഇങ്ങനെ തുറന്നു വരും. അതിൽ നിന്നും ഫോം എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ ഫോം ടു ഓപ്പൺ എ ന്യൂ ഫോം ഫോർ ദ ടേബിൾ. അപ്പം ഫോം എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ ഫോം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ന്യൂ ഫോം ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അത് ഓരോ ടേബിളിനും അനുസരിച്ച് ആ ടേബിളിന് ആവശ്യമായിട്ടുള്ള ഫോം ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇനി അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ക്ലിക്ക് ഓൺ ഇൻഡിവിജ്വൽ ഫീൽഡ്സ് ടു ഗെറ്റ് ആൻ ഓറഞ്ച് ഔട്ട്ലൈൻ എറൗണ്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് ഡേറ്റാസ് എൻട്രി ചെയ്യേണ്ടപ്പോൾ ഡേറ്റാസ് നമ്മൾ കൊടുത്തത് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓറഞ്ച് ഔട്ട്ലൈനാണ് ഉണ്ടാകുന്നത്. ഒരു ഓറഞ്ച് ഔട്ട്ലൈൻ വന്നെങ്കിൽ മാത്രമേ അത് സെലക്റ്റഡ് ആയി എന്ന് അർത്ഥമുള്ളൂ. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ദി സെലക്റ്റഡ് ഫീൽഡ്സ് ടു ഡിഫറെൻറ്റ് പൊസിഷൻസ്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് പൊസിഷനിലേക്കൊക്കെ മാറ്റണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം
ഡ്രാഗ് ചെയ്ത് നമുക്കതിൻ്റെ പൊസിഷൻസ് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൽ ആ ബോക്സിൽ ഇൻഡിവിജ്വൽ ഫീൽഡിൽ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഓറഞ്ച് ഔട്ട്ലൈൻ വരും. അതിനുശേഷം അതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പൊസിഷൻസ് നമുക്ക് ഫോമിൽ മാറ്റാൻ സാധിക്കും. ഓക്കെ, ദി ന്യൂ ഫോം as formatted by the user may look similar to this. You can use this form to enter data directly into the table. നമ്മൾ ഓറഞ്ച് ഔട്ട്ലൈൻ വന്ന് ഡ്രാഗ് ചെയ്ത് പൊസിഷൻ മാറ്റിയതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് പിക്ചേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇതൊരൊറ്റ ലൈനിൽ തന്നെയാണ് ഇതെല്ലാം കിടക്കുന്നത്. രണ്ടാമത്തത് നമ്മൾ ആവശ്യത്തിന് അലൈൻ ചെയ്ത് റോൾ നമ്പർ ഈ സൈഡിൽ, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് അതിന് താഴെ കുറച്ച് സ്പേസ് ഇവിടെ ഇട്ട ശേഷം മാർക്സ് ഒബ്റ്റെയിൻഡ്, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് റിസീവ്ഡ്, ഫീസ് പെർ മന്ത്, അങ്ങനെ നമ്മളൊരു ഫോമായിട്ട് ഒരു പ്രോപ്പർ ഫോമിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദി ന്യൂ ഫോം ആസ് ഫോർമാറ്റഡ് ബൈ ദ യൂസർ മേ ലുക്ക് സിമിലർ ടു ദിസ്. അപ്പം നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെയൊക്കെ ആകാം. നമുക്ക് പൊസിഷൻസ് മാറ്റി യു ക്യാൻ യൂസ് ദിസ് ഫോം ടു എൻ്റർ ഡേറ്റ ഡയറക്റ്റ്ലി ഇൻ ടു ദ ടേബിൾ. അപ്പോൾ ഒരു ടേബിളിലേക്ക് ഡയറക്റ്റ്ലി ഡേറ്റ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഫോം യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ ക്ലിക്ക് ഓൺ ന്യൂ ബ്ലാങ്ക് റെക്കോർഡ് ബട്ടൺ. അതായത് ബ്ലാങ്ക് റെക്കോർഡ് ബട്ടൺ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ടീച്ചർ ഈ സ്ക്വയറിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ബട്ടണാണ് ബ്ലാങ്ക് റെക്കോർഡ് ബട്ടൺ. ക്ലിക്ക് ഓൺ ന്യൂ ബ്ലാങ്ക് റെക്കോർഡ് ബട്ടൺ ടു ഓപ്പൺ എ ബ്ലാങ്ക് റെക്കോർഡ്. ഒരു ബ്ലാങ്ക് റെക്കോർഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബ്ലാങ്ക് റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ദ ഫോം ഈസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ ടേബിൾ. അപ്പോൾ ഈ ഫോമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റാസ് ഓട്ടോമാറ്റിക്കലി ടേബിളിലേക്ക് എൻ്റർ ആവുകയും അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് ടേബിളിൽ അത് കിടക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന് താഴെ ഈ ഒരു ഭാഗത്ത് റെക്കോർഡ് എന്നുള്ളൊരു ഭാഗത്ത് ഒരുപാട് ബട്ടൺസ് നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ബട്ടൺ. ഒരെണ്ണം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലിയർ അല്ല അല്ലേ? ഫോക്കസ് ശരിയാവുന്നില്ല. ഓക്കെ, ഇപ്പോൾ കാണാമോ? യെസ്. അപ്പം ന്യൂ ബ്ലാങ്ക് റെക്കോർഡ് ബട്ടൺ എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ താഴെയുള്ള റെക്കോർഡിംഗ് എന്നുള്ള അതിനുള്ള താഴത്തെ ബാറിലുള്ള പല ഓപ്ഷനുകളിലൊന്നും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ച് വേറെ ഐക്കണുകൾ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കിടക്കുന്നത് ഫസ്റ്റ് റെക്കോർഡ് ബട്ടൺ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ ഒരു ബട്ടൺ അറിയപ്പെടുന്നത്. ക്ലിക്ക് ഓൺ ഫസ്റ്റ് റെക്കോർഡ് ടു ഡയറക്റ്റ്ലി വ്യൂ ദ ഫസ്റ്റ് റെക്കോർഡ് ഇൻ ദ ടേബിൾ. അപ്പോൾ നമ്മൾ എത്രാമത്തെ റെക്കോർഡാണോ എഴുതിക്കൊണ്ടിരിക്കുന്നത്, എത്രാമത്തെ ഫോമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ആദ്യം നമ്മൾ ചെയ്ത ഫോം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ബട്ടണാണ് ഫസ്റ്റ് റെക്കോർഡ് എന്ന ഈ ഒരു ബട്ടൺ. ഓക്കെ, എത്രാമത്തെ ഫോമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മൾ ആദ്യം ചെയ്ത ഏറ്റവും ആദ്യത്തെ ബിഗിനിങ് സ്റ്റേജിലുള്ള ഫോം കാണേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് ഇവിടെ മറ്റൊരു ആരോ കൊടുത്തിട്ടുണ്ട്, സൈഡ് ആരോ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ഓൺ പ്രീവിയസ് ടു വ്യൂ വൺ റെക്കോർഡ് ബിഫോർ ദ കറണ്ട് റെക്കോർഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് റെക്കോർഡിന് മുന്നേ ഉള്ള ഒരു റെക്കോർഡ് മുന്നേ ഉള്ള ആ ഒരു ഫോം കാണുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സൈഡ് ആരോ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ഓൺ പ്രീവിയസ് ടു വ്യൂ വൺ റെക്കോർഡ് ബിഫോർ ദ കറണ്ട് റെക്കോർഡ്. ഇനി അടുത്തത് മൂന്നാമത്തത് ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ടു വ്യൂ വൺ റെക്കോർഡ് ആഫ്റ്റർ ദ കറണ്ട് റെക്കോർഡ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ബട്ടൺ ഒരെണ്ണം പ്രീവിയസ് ഉള്ള ഫോം കാണുന്നതിന് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ ഈ ആരോ ഉപയോഗിക്കുന്നത് ഇനി ഒരു റെക്കോർഡ് മുന്നേ ഉള്ള നെക്സ്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് കാണുന്നതിന് വേണ്ടിയാണ്. അടുത്തത് ക്ലിക്ക് ഓൺ ദ ലാസ്റ്റ് റെക്കോർഡ് ടു ഡയറക്റ്റ്ലി വ്യൂ ദ ലാസ്റ്റ് റെക്കോർഡ് ഓഫ് ദ ടേബിൾ. അപ്പോൾ ടേബിളിലെ ലാസ്റ്റ് റെക്കോർഡ് എന്താണെന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലാസ്റ്റ് റെക്കോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു ഫസ്റ്റ് റെക്കോർഡ് എന്തിനു വേണ്ടിയാണ്? ഏറ്റവും ആദ്യത്തെ ഫോം കാണുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.
ഈ ലാസ്റ്റ് റെക്കോർഡ് എന്നുള്ളത് ഏറ്റവും അവസാനത്തെ, നമ്മൾ എത്രാമത്തെ ഫോമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അവസാനത്തെ ഫോം കാണുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുന്നത്. ഈ ഒരു ബട്ടൺ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലേ. ക്ലിക്ക് ഓൺ ന്യൂ റെക്കോർഡ് ടു ഇൻസേർട്ട് എ ന്യൂ ബ്ലാങ്ക് റെക്കോർഡ്. ഒരു പുതിയ ബ്ലാങ്ക് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ന്യൂ ബ്ലാങ്ക് റെക്കോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ദ ഫോം ഈസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആൻഡ് സ്റ്റോർ ഇൻ ദ ടേബിൾ. അപ്പോൾ ഈ ഒരു ഫോമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റ ഓട്ടോമാറ്റിക്കലി ഒരു ടേബിളിൽ റെക്കോർഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ. നമുക്കിനി അടുത്തതിലേക്ക് കിടക്കാം. അടുത്തതാണ് ക്രിയേറ്റിംഗ് റിപ്പോർട്ട്സ്. റിപ്പോർട്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ലൈക്ക് you have created a form for presentation, MS Access gives you an option of creating reports. അപ്പോൾ നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ MS Accessൽ നമുക്ക് റിപ്പോർട്ട്സും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? റിപ്പോർട്ട്സ് ആർ ക്രിയേറ്റഡ് ടു അനലൈസ് ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ദ ടേബിൾ. അപ്പോൾ ഒരു ടേബിളിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ട്സ് ഉപയോഗിക്കുന്നത്. The data is analyzed to calculate results. ഈ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റയെ അനലൈസ് ചെയ്ത ശേഷം റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റിപ്പോർട്ടിൻ്റെ ജോലി. ടു ക്രിയേറ്റ് റിപ്പോർട്ട് ഫോളോ ദ സ്റ്റെപ്സ് ഷോൺ ഇൻ ഫിഗർ 5.14. അപ്പം ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്ലിക്ക് ഓൺ ക്രിയേറ്റ്. ആദ്യം തന്നെ ക്രിയേറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷം രണ്ടാമതായിട്ട് ക്ലിക്ക് ഓൺ റിപ്പോർട്ട്സ്. അതിൽ നിന്നും റിപ്പോർട്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് ചൂസ് ചെയ്യുക. ക്ലിക്ക് ഓൺ ദ റിപ്പോർട്ട് ടു ഓപ്പൺ റിപ്പോർട്ട് ഫോർ ദ ടേബിൾ. ദെൻ തേർഡ് സ്റ്റെപ്പ്, ക്ലിക്ക് ഓൺ ഇൻഡിവിജ്വൽ ഫീൽഡ്സ് ടു ഗെറ്റ് ആൻ ഓറഞ്ച് ഔട്ട്ലൈൻ എറൗണ്ട് ദം. അപ്പോൾ നമ്മൾ ഫോമിൽ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ഓറഞ്ച് ഔട്ട്ലൈൻ വരുന്നതിന് വേണ്ടി നമ്മൾ ഇൻഡിവിജ്വൽ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു ഡിഫറെൻറ്റ് പൊസിഷൻസ് ടു ചേഞ്ച് ദ ഫോംസ് ഓഫ് ദ റിപ്പോർട്ട്, ഫോർമാറ്റ് ഓഫ് ദ റിപ്പോർട്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പല പൊസിഷനിലേക്ക് നമുക്ക് ഒരു റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് മാറ്റാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോട്ട് ദാറ്റ് ദ റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ്സ് എ ടോട്ടൽ കോളം ഫോർ ദ ന്യൂമറിക് ഫീൽഡ്സ് ഓഫ് ദ ടേബിൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലാസ്റ്റ് ഒരു ടോട്ടൽ കോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇവിടെ നമ്മൾ കൊടുത്ത വാല്യൂസിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരു ടോട്ടൽ എമൗണ്ട് കോളം കൂടി ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. Note that the report automatically creates a total column for the numeric fields of the table. അപ്പോൾ ഈ ഒരു ടേബിളിൽ ന്യൂമറിക് ഫീൽഡ്സിനെല്ലാം ആഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ടോട്ടൽ കോളം ഓട്ടോമാറ്റിക്കലി നമുക്ക് റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റെപ്പുകളാണ് ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി സേവിങ് എ ഡേറ്റാബേസ്. ഒരു ഡേറ്റാബേസ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റകളുടെ ഒരു കൂട്ടത്തെ എങ്ങനെയാണ് നമ്മളിത് സേവ് ചെയ്യുന്നതെന്ന്. ഓൾ ടേബിൾസ്, ക്വയറീസ്, ഫോംസ് ആൻഡ് റിപ്പോർട്ട്സ് ക്രിയേറ്റഡ് ഇൻ എ ഡേറ്റാബേസ് ആർ ഷോൺ ഇൻ ദ നാവിഗേഷൻ പെയിൻ. അപ്പം നമ്മൾ എന്തൊക്കെ ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ടേബിൾസ് ആവട്ടെ, ക്വയറീസ് ആവട്ടെ, അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആവട്ടെ, അതെല്ലാം നാവിഗേഷൻ പെയിനിൽ വിസിബിൾ ആയിരിക്കും. ഓക്കെ, നാവിഗേഷൻ പെയിൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഫിഗർ 5.15 ശ്രദ്ധിക്കുക. അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ടേബിള്, ക്വയറി, അതുപോലെ തന്നെ ഫോം, റിപ്പോർട്ട്, ഇതെല്ലാം ഇവിടെ വിസിബിളാണ്. അപ്പോൾ ഈ നാവിഗേഷൻ പെയിൻ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ ചെയ്ത MS Access എന്ന ആ ഒരു ഡേറ്റ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടത് ഭാഗത്ത് അല്ലേ, ഈ ഇടത് ഭാഗത്താണ് നാവിഗേഷൻ പെയിൻ. ഈ ഒരു ഭാഗത്തെയാണ് നാവിഗേഷൻ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ടേബിൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ ഒരു ഭാഗത്ത് വിസിബിൾ ആയിരിക്കും. അതാണ് നാവിഗേഷൻ പെയിനിൽ നമ്മൾ ചെയ്ത ടേബിൾസ്, ക്വയറീസ്, ഫോംസ്, റിപ്പോർട്ട്സ് എല്ലാം വിസിബിൾ ആയിരിക്കും എന്ന് പറയുന്നത്.
You can quickly open a database object by double clicking on it in the navigation pane. അപ്പോൾ നാവിഗേഷൻ പെയിനിലെ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത്, ടേബിളാണോ, ക്വറിയാണോ, അല്ലെങ്കിൽ റിപ്പോർട്ടാണോ, ഫോമാണോ എന്നുള്ളത് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഓപ്പൺ ആക്കാൻ സാധിക്കും. ദ ഡേറ്റാബേസ് ഓൾസോ നീഡ്സ് ടു ബി സേവ്ഡ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് സേവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യു ക്യാൻ സേവ് എ ഡേറ്റാബേസ് ബൈ ഫോളോയിങ് ദ സ്റ്റെപ്പ് ഷോൺ ഇൻ ഫിഗർ 5.16 ആൻഡ് 5.16b. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡേറ്റാബേസ് സേവ് ചെയ്യുന്നതെന്നാണ് ഇനി പറയുന്നത്. ആദ്യം തന്നെ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിൽ നിന്നും തുറന്നു വരുന്ന ഓപ്ഷനുകളിൽ നിന്നും ക്ലിക്ക് ഓൺ സേവ് ഡേറ്റാബേസ്. ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ഓൺ സേവ് ഡേറ്റാബേസ് ആസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു വാർണിംഗ് ബോക്സ് ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ എന്താ പറയുന്നത്, ഓൾ ഓപ്പൺ ഒബ്ജക്ട്സ് മസ്റ്റ് ബി ക്ലോസ്ഡ് ബിഫോർ യു സേവ് ദ ഡേറ്റാബേസ്. അതൊരു വാർണിംഗ് ആണ് നമുക്ക് തരുന്നത്. ഓപ്പൺ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് എല്ലാം നമ്മൾ ഡേറ്റാബേസ് സേവ് ചെയ്യുന്നതിന് മുമ്പേ ക്ലോസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യനാണ്, ഡു യു വാണ്ട് മൈക്രോസോഫ്റ്റ് ആക്സസ് ടു ക്ലോസ് ഓൾ ഓപ്പൺ ഒബ്ജക്റ്റ്. ഇതെല്ലാം ക്ലോസ് ചെയ്യാൻ നിങ്ങൾ മൈക്രോസോഫ്റ്റ് ആക്സസിനെ ചുമതലപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ യെസ് എന്നാണ് ഉത്തരം കൊടുക്കേണ്ടത്. ക്ലിക്ക് ഓൺ യെസ് ടു ഓപ്പൺ സേവസ് ഡയലോഗ് ബോക്സ്. അപ്പോൾ യെസ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു സേവസ് ഡയലോഗ് ബോക്സ് ആണ് പിന്നീട് ഓപ്പൺ ആയിട്ട് വരിക. അപ്പം ഇങ്ങനെയൊരു വിൻഡോ ആയിരിക്കും നമ്മൾ സേവസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അതിൽ നിന്നും ഫയൽ നെയിം എന്നുള്ളിടത്ത് നമുക്ക് ഏറ്റവും നമ്മുടെ ഫയലിന് അനുയോജ്യമായിട്ടുള്ള പേര് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സ്കൂൾ റെക്കോർഡ് എന്നാണ്. അതിനുശേഷം സേവസ് ടൈപ്പ് എന്നുള്ളത് മൈക്രോസോഫ്റ്റ് ആക്സസ് ഡേറ്റാബേസ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിരിക്കും. അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആക്സസിൽ ഒരു ഡേറ്റാബേസ് സേവ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ഫാക്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓൾ ഡേറ്റാബേസ് ഫയൽസ് ഓഫ് MS Access 2010 ഹാവ് .accdb എക്സ്റ്റൻഷൻ. അതൊന്ന് മനപ്പാടമാക്കി വെക്കുക. MS Access 2010 എല്ലാ ഡേറ്റാബേസ് ഫയലിൻ്റെയും എക്സ്റ്റൻഷൻ എന്നത് .accdb എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ. എങ്ങനെയാണ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റിപ്പോർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഡേറ്റാബേസ് സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി ക്ലാസ് ആക്ടിവിറ്റി അതുപോലെ തന്നെ എക്സസൈസ് കോർണറിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫോമുകളും റിപ്പോർട്ടുകളും എങ്ങനെയാണ് ഒരു ടേബിളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് ഒരു ഫോം ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്നിവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അതുപോലെ തന്നെ ഫോം എന്നാൽ എന്താണ്, അതുപോലെ തന്നെ റിപ്പോർട്ട് എന്നാൽ എന്താണ്, അതുപോലെ തന്നെ ഒരു ഡേറ്റാബേസ് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് തുടങ്ങി ഇന്ന് പഠിച്ച കാര്യങ്ങളും കൂടെ വ്യക്തമായിട്ട് പഠിക്കുക. ഇതിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ വീട്ടിൽ PC ഉള്ളവരാണെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്.